ചട്ടപ്രകാരം സംസ്ഥാനത്തിന് റോളൊന്നുമില്ല. സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ നിലപാടെടുക്കാൻ കഴിയും. പക്ഷേ ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ഭരണഘടനയുടെ 256 വകുപ്പ് അനുസരിച്ച് പാർലമെന്ററി നിയമങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഏത് നടപടികളിലൂടെ എൻഫോഴ്സ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അങ്ങനെ നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി എന്ത് നിർദ്ദേശം കൊടുത്താലും അത് സംസ്ഥാന സർക്കാർ ആ നിർദ്ദേശം പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. സംസ്ഥാനത്തിന്റെ ഭരണാധികാരം പാർലമെന്ററി നിയമങ്ങൾക്ക് അനുസൃതമായി മാത്രമേ നടപ്പാക്കുവാൻ കഴിയുകയുള്ളൂ. ഓൺ ദി അതർ ഹാൻഡ്, ഇപ്പൊ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് സുപ്രീം കോടതിയിൽ സ്റ്റേ കൊടുക്കുകയാണെന്നിരിക്കട്ടെ, ഈ നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യുകയാണെന്നിരിക്കട്ടെ, കർഷക നിയമങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ അങ്ങനെ നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കാം. കാരണം നിയമം നടപ്പാക്കാൻ കഴിയുകയില്ല. പക്ഷെ അങ്ങനെ ഒരു നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യാതെ വരുന്ന ഒരു അവസ്ഥാ വിശേഷത്തിൽ അങ്ങനെ സംസ്ഥാനത്തിന്റെ എന്തെങ്കിലും കോർപ്പറേഷൻ, ഒരു ഉദാഹരണത്തിന് തഹശീൽദാരുടെ സഹകരണം ആവശ്യമാണെന്നിരിക്കെ തഹശീൽദാർ അതിനകത്ത് ഇറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഓർഡർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് നയിക്കും. ഇങ്ങനെ കൊടുക്കുന്ന 256 പ്രകാരം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ SR ബൊമ്മൈ കേസിൽ വ്യക്തമായിട്ട് സുപ്രീം കോടതി രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ ഭരണഘടനയുടെ 365 വകുപ്പ് പ്രകാരം സംസ്ഥാനത്ത് ഭരണഘടനാധിഷ്ഠിതമായിട്ട് ഭരണം നടത്താൻ കഴിയില്ല എന്ന നിഗമനത്തിലെത്താൻ കഴിയും. ആ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ 386 പ്രകാരം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കഴിയും. പിന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപതി ഭരണം വന്നാലും ഞങ്ങൾ നടപ്പാക്കില്ല എന്നൊരു രാഷ്ട്രീയ തീരുമാനം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനവുമായിട്ട് മുൻപോട്ട് പോകാൻ കഴിയും. പക്ഷേ രാഷ്ട്രപതി ഭരണമായിരിക്കും അങ്ങനെയുള്ള നിയമ നടപടികളുടെ പ്രത്യാഘാതമായിട്ട് വരികയുണ്ടാകും.